ഞാനിത് വീഡിയോ ചെയ്താൽ ഞാനിത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്ന് വെക്കും. അങ്ങനെ വിചാരിക്കരുത്, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുക. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുകയുണ്ടായി, നമ്മുടെ കോവിഡിന്റെ സമയത്തെ പോലെ ഒന്ന് കരുതിയിരിക്കണമെന്ന്. ഈ കരുതിയിരിപ്പ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ലോക്ക്ഡൌൺ സെറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനോ ഇതുപോലൊരു ലോക്ക്ഡൌൺ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് നേരെ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും വീണ്ടും നമ്മളെ അടിച്ചിടാൻ വേണ്ടി അവന്മാരവിടെ കിടന്ന് യുദ്ധം ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് നമ്മൾ. പക്ഷെ അത് വീട്ടിലെ ഗ്യാസ് തീർന്നപ്പോൾ നമുക്കത് മനസ്സിലായി. അതുപോലെ ആ യുദ്ധം ഇനി നടക്കുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം കുറച്ച് ടാസ്ക് ആവും. മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് എടുത്ത് വെക്കണം. ഗൂഗിൾ പേ നമ്പാൻ പറ്റത്തില്ല, ഇന്റർനെറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പേ അറിയാലോ. ലിക്വിഡ് ക്യാഷ് മസ്റ്റ് ആയിട്ട് വെക്കണം. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിങ്ങൾ മോണിറ്റർ ചെയ്തിരിക്കണം. പെട്ടെന്നൊരു ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ാവും. അതുപോലെ വണ്ടിക്കും ഗ്യാസ് അടിച്ചിടുക എന്നും പറഞ്ഞ് 2 കന്നാസും എടുത്തോണ്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് അവിടുന്ന് സാധനം പൊക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കണ്ട. എത്ര വണ്ടി ഉണ്ടോ അതിലൊരു ഹാഫ് ടാങ്ക് ഒക്കെ അടിച്ചിട്ടേക്ക്. കാരണം നമ്മുടെ അടുത്തുള്ള പമ്പുകളിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ടേജ് ഉണ്ട്. റിസ്ക് എടുക്കണ്ട. അനാവശ്യമായ യാത്ര, തൽക്കാലം ലോങ് ട്രിപ്പ് ഒന്നും പോകണ്ട. അത്യാവശ്യത്തിനുള്ള യാത്ര മാത്രം പോയി പെട്രോൾ സേവ് ചെയ്യും. മൂന്നാമത് നിങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഗ്രോസറി ഐറ്റംസ് വാരിക്കൂരി വെപ്രാളം പിടിച്ച് മറ്റുള്ളവർക്കും കൂടി ഇല്ലാത്ത രീതിയിൽ മേടിച്ചോട്ട് വെക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ച് വെച്ചാൽ മതി. ഓർത്തോ, അനാവശ്യമായിട്ട് പൈസ ഒരു കാരണവശാലും സ്പെൻഡ് ചെയ്യരുത്. ലോങ് ട്രിപ്പും കാര്യങ്ങളൊന്നും വെക്കേഷനാണ്, തൽക്കാലം പോകണ്ട. ഇതൊന്ന് കഴിയട്ടെ. ഇവന്മാർ ഇത് തല്ലി തീർക്കണം, അല്ലെങ്കിൽ ഇത് നിർത്തണം. വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും. വീട്ടുകാർക്ക്